ഓം ശ്രീ ശരവണഭവായ നമഃ. ഓം രമണീയ വിഗ്രഹായ നമഃ. ഓം വരദാഭയനായ നമഃ. ഓം നവഗ്രഹ അതിനാഥായ നമഃ. ഓം ശ്രീ വള്ളി ദേവസേന സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനെ നമോ നമഃ. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. മുരുകഭഗവാന്റെ ചൊവ്വാഴ്ചയുള്ള വെറ്റില ദീപം ഞാൻ വെക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ആദ്യം മുരുകഭഗവാനെ കുറിച്ചൊന്ന് പറയാം. മുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴകൻ എന്നാണല്ലോ അങ്ങനെയാണല്ലോ അറിയപ്പെടുന്നത്. തമിഴരുടെ ദൈവമാണ്. പക്ഷെ കേരളത്തിലേക്കാണ് നോക്കിയിരിക്കുന്നത് ഭഗവാൻ. താരകാസുരനെ വധിക്കാൻ വേണ്ടി ജനിച്ചാണ്. ശിവപുത്രനാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയാണ്, കലിയുഗത്തിൽ മുരുകഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അതിവിശേഷമാണ് കേട്ടോ. കലിയുഗ വരദനാണ് മുരുകഭഗവാൻ. മുരുകഭഗവാന്റെ നക്ഷത്രം വിശാഖമാണ്. നല്ല സൗന്ദര്യമുള്ള ആളാണ്. അമ്മാവനും മരുമകനും, അമ്മാവൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാനും മരുമകനും സൗന്ദര്യത്തിൽ ഇവര് രണ്ടുപേരും ഒരേപോലെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അങ്ങനെ പുരാണങ്ങളിലൊക്കെ അങ്ങനെയാണ് പറയണത്. മുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴകൻ എന്നാണ്. ഇനി ഞാൻ വെറ്റില ദീപം എങ്ങനെയാണ് വെക്കണം, ഞാൻ എങ്ങനെയാണ് മുരുകഭഗവാനെ വെറ്റില ദീപം വെക്കണമെന്ന് ഞാൻ പറയാം കേട്ടോ. എൻ്റെ പൂജാമുറിയിൽ വിഗ്രഹമുണ്ട്. മുരുകഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹമുണ്ട്, വേലും ഉണ്ട്. അപ്പം ഞാനത് അഭിഷേകം എല്ലാം ചെയ്ത ശേഷം മുരുകഭഗവാനെയും വേലൊക്കെ നന്നായി തുടച്ച് ചന്ദനവും കുങ്കുമൊക്കെ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം അവർക്ക് പൂവൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ച ശേഷം 6 വെറ്റിലെടുത്ത് 6 വെറ്റിലയിലും മഞ്ഞളും കുങ്കുമൊക്കെ വയ്ക്കും. പൂക്കളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിക്കും. എന്നിട്ട് ഒരു അഹൽ ദീപം എടുത്തിട്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ച് തിരിയിട്ട് അങ്ങനെയാണ് അഹൽ ദീപം വെക്കാറുള്ളത്. എന്നിട്ട് ഈ വെറ്റിലയുടെ കാമ്പ് നുള്ളിയിട്ട് അഹൽ വിളക്കിൽ ഇട്ടോളൂ കേട്ടോ. അത്രയും നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, ഇപ്പോൾ വീട് ഇല്ലാത്തവർക്ക് വീട് വേണം, കടബാധ്യത, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും, കേസ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അതിനൊക്കെ നമ്മളൊരു 9 ചൊവ്വാഴ്ച നമ്മൾക്ക് ഒരു ചൊവ്വാഹോരയിൽ കേട്ടോ, ചൊവ്വാഹോരയിൽ തന്നെ ചെയ്യണം. രാവിലെ 6 to 7 ഞാൻ ആ ടൈമിലാണ് എപ്പോഴും ചെയ്യാറുള്ളത്. എല്ലാ ആഴ്ചയും 6 to 7 അതിന് നേരത്തെ എണീറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ 6 to 7 വിളക്കൊക്കെ വെച്ച ശേഷം പ്രാർത്ഥിക്കും. അപ്പം നമ്മളെ കൊണ്ട് എല്ലാം ഭഗവാന്റെ എന്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ ഭഗവാന്റെ സ്തോത്രങ്ങളും എല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെയാണ്. അപ്പം പ്രസാദം മസ്റ്റായിട്ട് വെക്കണം. ഭഗവാന് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ് എല്ലാം വെക്കാം. ഇപ്പം നമ്മൾക്ക് പാൽപ്പായസം വെക്കാം, ഇല്ലെങ്കിൽ നെയ്യും പഞ്ചസാര പഴം എല്ലാം കൂടെ, അങ്ങനെ ഒരു ഭഗവാന് ഭയങ്കര ഇഷ്ടമുള്ള മധുരമായിട്ടുള്ള എല്ലാം ഇഷ്ടമാണ്. എല്ലാം അങ്ങനെയൊക്കെ നമ്മൾക്ക് വെക്കാം. പിന്നെ ചൊവ്വാഹോര എന്ന് പറയുന്നത് രാവിലെ 6 to 7, ഉച്ചയ്ക്ക് 1 to 2, രാത്രി 8 to 9 കേട്ടോ. അപ്പോൾ ഈ ടൈമിലൊക്കെ നമുക്ക് ഈ 3 ടൈമിലും നമുക്ക് വെക്കാം. പിന്നെ പഞ്ചപാത്രത്തിൽ നമ്മൾ വെള്ളം വെക്കണം. അതിലൊരു ഏലക്കയും പച്ചക്കർപ്പൂരം പൊടിച്ചിട്ട് ഇടാം. പിന്നെ പഴങ്ങൾ വെക്കാം. നമുക്ക് എന്താണോ ഭഗവാന് ഇഷ്ടമുള്ളതെല്ലാം വെക്കാം. സ്കന്ദഷഷ്ടി വായിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. മുരുകഭഗവാനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം കേട്ടോ, വ്രതം എടുത്തിട്ട് വേണം ചെയ്യാൻ. അത്രയും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ചിട്ട് വഴിപാട് ചെയ്തോളൂ. മുരുകഭഗവാൻ അത് കേൾക്കും. ഈ കലിയുഗത്തിൽ ഭഗവാനോട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരുകഭഗവാൻ പെട്ടെന്ന് നമ്മളെ പ്രാർത്ഥന കേൾക്കും എന്നാണ് വിശ്വാസമല്ല, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതായത് വിഗ്രഹം ഉണ്ടെങ്കിൽ അഭിഷേകങ്ങളൊക്കെ ചെയ്യുക, വേലുണ്ടെങ്കിലും അഭിഷേകങ്ങളൊക്കെ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ നന്നായിട്ട് റോസ് വാട്ടറൊക്കെ ഇട്ടിട്ട് തുടച്ച് അതിൽ കുങ്കുമം ചന്ദനമൊക്കെ ഇട്ട് കൊടുത്ത ശേഷം പൂമാലയൊക്കെ ഇട്ടിട്ട് അതിന് മുന്നിൽ വെറ്റില ദീപം വെക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുരുകഭഗവാന് മനസ്സ് ഇരുത്തി പ്രാർത്ഥിക്കുക. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭഗവാൻ തീർത്ത് തരും. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തന്നു. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്, വെറ്റില ദീപം വെക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓം ശരവണഭവായ നമഃ. ഓം ശരവണഭവായ നമഃ. ഓം
ഓം ശരവണ ഭവായ നമഃ. വെற்றிவேல் മുരുകനുക്ക് അരോഹര.